സുഹൃത്തുക്കളെ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പൈസയോ അല്ലെങ്കിൽ വണ്ടിയോ അല്ലെങ്കിൽ വീടോ അതുപോലെ തന്നെ ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ ശരീരം മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കഴിയുമ്പോഴും നമ്മൾ ഒന്നിനെയും കൊണ്ടുപോകാൻ പോകുന്നില്ല. നമ്മൾ ആ കൊണ്ടുപോകുന്നത് ഈ ശരീരം മാത്രമാണ്. നമ്മളുണ്ടാക്കിയ പൈസയോ നമ്മളുണ്ടാക്കിയ വീടോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളെയോ ഒന്നിനെയും തന്നെ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല. നമ്മൾ ആകെ കൊണ്ടുപോകുന്നത് ഈ ശരീരം മാത്രമാണ്. അപ്പോൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നവരെ നമ്മുടെ കൂടെ ഉള്ളത് ഈ ശരീരം മാത്രമാണ്. ഭൂരിപക്ഷം ആളുകളും പൈസ ഉണ്ടാക്കുന്ന തിരക്കിൽ സ്വന്തം ശരീരത്തിന് തന്നെ നോക്കുന്നില്ല. എല്ലാവർക്കും പൈസ 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 പൈസയുടെ പുറകിലാണ് ഓട്ടം. പക്ഷേ ഈ പൈസയ്ക്ക് വേണ്ടി ഓടുന്നവർ 50-60 വയസ്സ് കഴിയുമ്പോൾ അവരുണ്ടാക്കിയ പൈസ മൊത്തം ഈ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ മരുന്നിന് വേണ്ടി ചിലവാക്കുന്നതിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ജോലി കളഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് ജിമ്മിൽ പോകാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ചിലവാക്കുന്ന പൈസയും നിങ്ങൾ ചിലവാക്കുന്ന സമയവും കുറച്ച് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി കൂടി മാറ്റി വയ്ക്കുക. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആരോഗ്യമില്ലാത്ത ആളായി ജനിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ആരോഗ്യമില്ലാത്ത ഒരാളായി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ ദൈവം തമ്പുരാൻ്റെ അടുത്ത് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആ ദൈവം തമ്പുരാൻ വരെ നമ്മുടെ അടുത്ത് ചോദിക്കണം, നീ ആരാണ്? ഞാൻ ഇങ്ങനെയുള്ള ഒരാളെയല്ലല്ലോ ഭൂമിയിലേക്ക് വിട്ടതെന്ന്.